കൺസിസ്റ്റൻസി നമ്മുടെ എല്ലാ മെയിൻ പ്രശ്നങ്ങളിലൊന്നാണ്. നമ്മളെല്ലാവരും തീരുമാനമെടുക്കും നന്നാവാൻ, വളരാൻ, ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ. പക്ഷേ പലപ്പോഴും ന്യൂ ഇയറിലും മറ്റും എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ കുട്ടികളുടെ പാർക്കിലെ സ്ലൈഡർ പോലെയാണ്. നമ്മൾ മുകളിൽ കയറിയിട്ട് നേരെ താഴോട്ടങ്ങ് കുതിക്കും. നമ്മുടെ മോട്ടിവേഷൻ തീരുമ്പോൾ നമ്മൾ താഴെ കിടക്കും. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങും, വീണ്ടും വീണ് വെച്ച് മുകളിൽ കയറും, വീണ്ടും താഴോട്ട് വരും. ഇത് തന്നെ നമ്മൾ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാറ്റേൺ പോലെ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നത്, ഹൗ ടു ബിൽഡ് കൺസിസ്റ്റൻസി. സൈമൺ സിനക് എന്ന എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. നമ്മൾ ആദ്യത്തെ ദിവസം ജിമ്മിൽ പോയി, തിരിച്ചു വന്നിട്ട് കണ്ണാടിയിൽ നോക്കി, പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല. രണ്ടാമത്തെ ദിവസം ജിമ്മിൽ പോയി, തിരിച്ചു വന്ന് കണ്ണാടിയിൽ നോക്കി, വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ, നമ്മൾ ഒരു ദിവസം പല്ല് തേച്ചു, അല്ലെങ്കിൽ 2 ദിവസം പല്ല് തേച്ചു. ഇത് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പല്ല് തേക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഒരു ദിവസം ജിമ്മിൽ പോകുന്നിടത്തല്ല, നമ്മൾ ജിമ്മിൽ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത്. വി സ്റ്റിക്ക് ടു ദി ആക്ഷൻ വിച്ച് പ്രോമിസസ് റിസൾട്ട്സ്. ഇവിടെയാണ് നമ്മൾ കൺസിസ്റ്റൻസിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ, നമുക്ക് കൺസിസ്റ്റൻസിയോടെ നിൽക്കാൻ ഏറ്റവും പാടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കില്ല, ലോങ് ടൈമിൽ മാത്രം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ബലം ഉടനെ തന്നെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പാടാണ്. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ റീവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് നയിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കാര്യം അത് നമ്മുടെ വിശപ്പടക്കും, അതിന് നമുക്ക് ഉടനെ തന്നെ ഒരു രുചി കിട്ടുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ പല കാര്യങ്ങൾക്കും അങ്ങനെ ഒരു ഡ്രൈവ് നമുക്ക് കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുതിയ കാര്യം പഠിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് ബോഡി നന്നാക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി നല്ല ഫുഡ് ഡയറ്റിൽ നിൽക്കുന്നു. ഇതൊക്കെ റീവാർഡുകൾ ലോങ് ടൈമിൽ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പാടാണ്. പക്ഷേ കൺസിസ്റ്റൻസി ഏറ്റവും കൂടുതൽ വേണ്ടതും ഇവിടെയാണ്. ഹൗ ടു ബിൽഡ് കൺസിസ്റ്റൻസി. ഒന്നാമത്തെ പോയിന്റ്, ഐ ഓൺ വൈ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാരണം. നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ശക്തി അല്ലെങ്കിൽ ഫ്യൂവൽ അതാണ്. ഒരു സ്ലൈഡറിൽ നിന്ന് കാറിലേക്ക് നമ്മൾ മാറ്റണം. കാറ് നമ്മൾ മുമ്പോട്ട് ഓടിക്കുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലാണ്. അവിടെ നമ്മൾ മുമ്പോട്ട് പോകാൻ കാര്യം നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ യാത്രയിലുടനീളം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാം ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് നമ്മൾ ആ വണ്ടി മുമ്പോട്ട് ഓടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കാരണം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വലിയ ഗോൾസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ടാർഗറ്റ്സ് വെക്കുമ്പോൾ ഇത് പാടായിരിക്കും. അതുകൊണ്ട് ചെറിയ ഗോൾസ് വെക്കുക, ചെറിയ ടൈം പീരീഡുകൾ വെക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു വർഷത്തെ വലിയ ടാർഗറ്റുകൾ വെക്കാതെ ഒരാഴ്ചയിലെ സമയം അല്ലെങ്കിൽ ഒരു മാസത്തെ സമയം, അങ്ങനെ നമ്മുടെ വലിയ ടാർഗറ്റുകളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടാർഗറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ വൈ നമുക്ക് ക്ലിയർ ആയിരിക്കണം. ജിമ്മിലും മറ്റും പലപ്പോഴും ബോഡി ബിൽഡേഴ്സിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബോഡി, ഹെൽത്തി ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഇമേജസ് ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, റിസൾട്ട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. റിസൾട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. രണ്ടാമത്തെ കാര്യമാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു, എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നു. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളോട് തന്നെ അക്കൗണ്ടബിൾ ആവാൻ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രിക്റ്റ് ആവില്ല എന്നുള്ളതാണ്. ചെറിയ എക്സ്ക്യൂസസ് ഒക്കെ നമ്മൾ അങ്ങ് ക്ഷമിച്ചു കൊടുക്കാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഒപ്പം പോകുന്നത് നമ്മുടെ വിൽ പവർ, നമ്മുടെ ഡിസിപ്ലിനും എല്ലാം ആയിരിക്കും. അക്കൗണ്ടബിലിറ്റി ഏറ്റവും കീപ്പ് ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത് നമ്മളൊരു ടീം ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ആണ്. നമ്മളൊരു 2 പേർ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമുക്ക് ജിമ്മിൽ പോകാത്ത ദിവസം പോലും അവൻ്റെ ഒപ്പം പോകണം എന്നൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ അവനോട് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാൻ ഒരു റീസൺ കൂടും. ശരിക്കും 2 പേരേക്കാൾ കൂടുതൽ 3 പേരാണ് എന്നാണ് അക്കൗണ്ടബിലിറ്റിയുടെ കാര്യത്തിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ കൾച്ചറിൽ നമുക്കിങ്ങനെ ഒരു ടീമായിട്ട് അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. നമുക്കറിയാം അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി ഡയറീസ് കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഓരോ ദിവസവും എഴുതുക. ഓരോ ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതുക. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് എഴുതുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങുക, ഉത്തരം പറയാൻ തുടങ്ങുക. വൈ ഡിഡ് ഐ ഡു ദാറ്റ്? ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതെല്ലാം നമ്മളിങ്ങനെ മാറ്റിവെച്ച് നമ്മളെല്ലാം എക്സ്ക്യൂസ് പറയാൻ മിടുക്കന്മാരാണ്. ഇത് പാടായതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയേഴ്സ് പോലും ഇപ്പോഴും കോച്ചുകളുടെ കീഴിൽ പരിശീലനം സ്വീകരിക്കുന്നത്. ഈ കോച്ചുകൾ അവരെ അക്കൗണ്ടബിൾ ആയിട്ട് കീപ്പ് ചെയ്യും. അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ കോച്ചുകൾ അവരെ കൊണ്ട് ചെയ്യിക്കും. കോച്ചുകൾ അവരിൽ നിന്ന് റിസൾട്ട് എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അവരെ അക്കൗണ്ടബിൾ ആയിട്ട് നിർത്താനായിട്ടുള്ള ഒരു കാരണം ഇതാണ്. ഇനി മൂന്നാമത്തെ മെയിൻ കാര്യം എന്താണ്? നോ വാട്ട് ഈസ് കൺസിസ്റ്റൻറ്റ്.
അതായത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആണ്. അതിലൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണാലിറ്റി. നമ്മുടെ ദിവസങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ നേരം ബിഹേവ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ബിഹേവിയറിലായിരിക്കും. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ എന്ത് കാര്യമാണോ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഹാബിറ്റ്സ് എന്ന് വിളിച്ചാൽ മതി. നമ്മളിത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പറയാൻ പറ്റും. ഹാബിറ്റ്സ് മേക്സ് ദ ഡിഫറൻസ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അത് മാത്രമാണ് ചേഞ്ചസ് കൊണ്ടുവരികയുള്ളൂ. എങ്ങനെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം എന്ന് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ നമ്മൾ പറയാം. പക്ഷേ ഇപ്പോൾ പറയാനുള്ളത് ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് നേരെ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് നമ്മളുടെ സ്ഥിരമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഫോൺ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയ സംഭവം ഈ ഫോൺ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വെക്കുക. ഫോൺ ചെക്ക് ചെയ്യുന്നത് നിർത്തരുത്. കാരണം ഫോൺ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണ്. മറിച്ച് അതിൻ്റെ കൂടെ അതിന് മുമ്പ് ഇങ്ങനെ 2 കാര്യങ്ങൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മുടെ ബിഹേവിയറിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ഇത് നമുക്ക് ടൈം എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ ബിൽഡ് ഓൺ ചെയ്യാൻ പറ്റും. ചെറിയ ചേഞ്ചസ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റു മാറ്റങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എംബ്രേസ് ബോർഡം. നമ്മൾ ഒരു കാര്യം എല്ലാ ദിവസവും ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോറടി ഉണ്ടാകാൻ തുടങ്ങും. ഒരു എഴുത്തുകാരൻ എല്ലാ ദിവസവും എഴുതാനിരുന്നിരുന്ന് തുടങ്ങിയാൽ ചില ദിവസങ്ങൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മടുക്കും, അദ്ദേഹത്തിന് ബോറടിക്കും. പക്ഷേ ജെയിംസ് ക്ലിയർ എന്ന അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രൊഫഷണൽസ് സ്റ്റിക്ക് ടു ദ ഷെഡ്യൂൾ, അമേച്ചേഴ്സ് ലെറ്റ് ലൈഫ് ഗെറ്റ് ഇൻ ദ വേ. അതായത് നമ്മുടെ ഫീലിങ്സ് എനിക്കിന്നങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകളെ പ്രൊഫഷണൽസ് മാറ്റി നിർത്തുന്നു. അവരൊരു ഷെഡ്യൂൾ വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരത് ചെയ്യും. അവിടെ നമ്മൾ ബോറടിക്ക് മനസ്സ് കൊടുക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ബോറടിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നാച്ചുറൽ ഭാഗമായിട്ട് മാറ്റാൻ തുടങ്ങുമ്പോൾ നമുക്കിത് കൂടുതൽ എളുപ്പമാകും. നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുമ്പോൾ, അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഇത് നമുക്ക് എളുപ്പമായിട്ട് മാറും. ഇനി അടുത്തൊരു പോയിന്റാണ് ട്രൈ ടു ഇംപ്രൂവ്. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ട്രെയിറ്റ് ലൈറ്റാണ് ഇമേജിൻ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് പലപ്പോഴും നിൽക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി വരണമെങ്കിൽ നമ്മൾ എപ്പോഴും മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഗ്രാഫിന് താഴോട്ട് വലിക്കാൻ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെയെങ്കിലും നിൽക്കണമെങ്കിൽ പോലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം, മുകളിലോട്ട് തന്നെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ട്രൈ ടു മേക്ക് ഇറ്റ് ബെറ്റർ എവറി സിംഗിൾ ഡേ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഡോണ്ട് സ്റ്റാർട്ട് അഗെയിൻ. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് അഗെയിൻ എന്ന്. പക്ഷേ നമ്മളൊരു കാര്യം തുടങ്ങി, നമുക്കൊരു പ്രാവശ്യം ആ സൈക്കിളിൽ ഒരു ചെറിയ വീഴ്ച പറ്റി, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല, പിന്നെയും ആ സർക്കിൾ തുടക്കം തൊട്ട് തുടങ്ങരുത്. ഡോണ്ട് സ്റ്റാർട്ട് അഗെയിൻ. മറിച്ച് ആ വീഴ്ച നമ്മുടെ ആ യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കരുതണം. അതായത് നമ്മൾ 1-ാം തീയതി ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി 30-ാം തീയതി വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 5-ാം തീയതി അതിനകത്തൊരു ഫെയിലിയർ ഉണ്ടായി, 6-ാം തീയതി തൊട്ട് പുതിയതായി തുടങ്ങാതെ 5-ാം തീയതി എന്തുകൊണ്ട് ഞാൻ ഫെയിൽ ചെയ്തു, 5-ാം തീയതി എന്തുകൊണ്ട് എനിക്ക് മിസ്സായി എന്ന് എഴുതി അത് നമ്മുടെ ജേണിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ തവണയും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്ത് പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ആ ത്രില്ലിലായിരിക്കും നമ്മൾ ഓടുന്നത്. പക്ഷേ ആ ത്രില്ല് ലാസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ബെസ്റ്റ് പോയിന്റ് നമ്മൾ എവിടെയായിരുന്നോ അതിന് മുമ്പ്, നമ്മൾ ആ തോറ്റു പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ശീലത്തിൽ നിന്ന് ഫോളോ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നിന്ന് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ഡോണ്ട് സ്റ്റാർട്ട് അഗെയിൻ, ബട്ട് കണ്ടിന്യൂ ഫ്രം ദ ലാസ്റ്റ് ബെസ്റ്റ് പോയിന്റ്. കൺസിസ്റ്റൻസി എന്ന കാര്യത്തിൽ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ ലൈഫിനെ മാറ്റാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. മൈക്ക് മുഡ്രോക്ക് പറയുന്നുണ്ട്, ദ സീക്രട്ട് ഓഫ് ഫ്യൂച്ചർ ഈസ് ഹിഡൻ ഇൻ യുവർ ഡെയിലി റുട്ടീൻ. കൺസിസ്റ്റൻസി ഓൾവേസ് മേക്സ് ദ ഡിഫറൻസ്. നമ്മൾ ഏത് ലക്ഷ്യത്തിൽ ചെല്ലാൻ ആഗ്രഹിച്ചാലും, എന്ത് നേടിയെടുക്കാൻ ആഗ്രഹിച്ചാലും, എന്ത് സ്വപ്നം കണ്ടാലും, നമ്മുടെ ജീവിതത്തിലെ ഡെയിലി മാറ്റം അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ മാത്രമാണ് നമ്മളെ അവിടെ എത്തിക്കുകയുള്ളൂ. ഡ്വെയ്ൻ ജോൺസൺ പറയുന്നുണ്ട്, സക്സസ് ഈസ് ഇൻറ്റ് ഓൾവേസ് അബൌട്ട് ഗ്രേറ്റ്നസ്, ഇറ്റ് ഈസ് അബൌട്ട് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്. ഇൻസ്പയറിംഗ്.